സോ ഹേ ഗൈസ്, ഡേ 5 അറ്റ് മലേഷ്യയാണ്. ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണിത്. നല്ല രസമുണ്ട്. ഇന്ന് 20 റിങ്കറ്റിന് ഈ സാധനം കിട്ടും. ഷർട്ട്സ് എല്ലാം 10 റിങ്കറ്റ്, ടീഷർട്ട് എല്ലാം 10 റിങ്കറ്റ്. റോളക്സിന്റെ ഒക്കെ കോപ്പി ഉണ്ട്. ചിക്കൻ ബിരിയാണി വന്നിട്ടുണ്ട്. നമുക്ക് വീഡിയോ എടുക്കാമോ ഇല്ലെന്ന് അറിഞ്ഞു. ഇത് റിയൽ കാറാണ്. ഗോ KL എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് ഇന്നെല്ലാം കൂടെ ചിലവാകും. സോ അങ്ങനെ നമ്മൾ KWC ഫാഷൻ ഹോൾസെയിൽ എന്ന് പറഞ്ഞൊരു മാളിൽ വന്നിരിക്കുകയാണ്. ഈ മാളിലെല്ലാം ഹോൾസെയിൽ റേറ്റിന് കിട്ടുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അന്ന് കയറിയപ്പോൾ തന്നെ ഡ്രസ്സസ് ഒക്കെ കാണാം. ഫുൾ ലേഡീസ് ആണ്. ജെൻസിന്റെ ഒക്കെ ഉണ്ടാന്ന് നോക്കാം. ഇവിടെയും ഫുള്ള് ലേഡീസ് ആണ് കാണാൻ സാധിച്ചത്. ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ വന്ന് കയറിയത്. ഫുള്ള് ലേഡീസിന്റെ ഡ്രസ്സാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഫുള്ള് മുസ്ലിംസിന്റെ ടൈപ്പ് ഡ്രസ്സാണ് ഇതൊക്കെ. ഇതാകണ്ട, ഈ ഒരു കടയിൽ ഒരുപാട് ബാഗ്സും ട്രോളിയൊക്കെ ഇരിപ്പുണ്ട്. ഇവിടെ ഫുള്ള് മുസ്ലിങ്ങളെ ഡ്രസ്സാണ് എനിക്ക് കാണാൻ സാധിച്ചത്. ഫസ്റ്റ് ഫ്ലോർ ഫുള്ള്. നമുക്കിനി സെക്കൻഡ് ഫ്ലോറിൽ കയറി നോക്കാം. 10 റിങ്കറ്റ് തൊട്ട് സാധനം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ഫ്ലോറിൽ എത്തിയപ്പോൾ ഇതാ ഒരു പെർഫ്യൂമിൻ്റെ കട ഉണ്ട്. ഇതും ഡ്രസ്സസാണ്, എല്ലാം ലേഡീസാണ്. 50 റിങ്കറ്റ് രണ്ടെണ്ണം, ഒരെണ്ണം 15 റിങ്കറ്റ്, ഇതും 15 റിങ്കറ്റ്. ഇതെല്ലാം ലേഡീസാണ്. ജെൻസിൻ്റെ ഒരു ഡ്രസ്സ് ഉണ്ട്. ഇവിടെ ഫുള്ള് ടീഷർട്ടൊക്കെ ഉണ്ട്. ടീഷർട്ടിനൊക്കെ എത്ര രൂപയെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. ബൈ ദിസ് ഹൗ മച്ച്? 45. 45 റിങ്കറ്റ് ആണ്. രണ്ടെണ്ണം വാങ്ങിച്ചാൽ 80 രൂപയ്ക്ക് തരാമെന്ന് പറയുന്നുണ്ട്. ദിസ് വാട്ട് അബൌട്ട് ദിസ്? 35. 35 റിങ്കറ്റ്. ഇത് കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. ഇത് നമ്മൾ ക്വാണ്ടിറ്റി കൂട്ടിയെടുത്താൽ അമ്മമാർ വില കുറച്ച് തരും. ഹോൾസെയിൽ കടയാണിത്. നമുക്ക് ഒരുപാട് പേർക്ക് ഡ്രസ്സ് എടുക്കണമെങ്കിൽ ഇവിടെ വന്ന് എടുത്താൽ. പിന്നെ സെക്കൻഡ് ഫ്ലോറിൽ വന്നപ്പോൾ കൊച്ചു കുട്ടികളുടെ ഡ്രസ്സൊക്കെ കണ്ട്. ഇതിനൊക്കെ 10 റിങ്കറ്റാണ്. ഇതിനെല്ലാം 10 റിങ്കറ്റാണ്. 10 റിങ്കറ്റ് എന്ന് പറയുമ്പോൾ ഒരു 210 രൂപ. ആ ഒരു പ്രൈസിന് നമുക്ക് കൊച്ചു കുട്ടികളുടെ ഉടുപ്പൊക്കെ ഇവിടെ ഒരുപാട് കിടപ്പുണ്ട്. ഒരുപാട് നല്ല കളക്ഷനും ഉണ്ട്. കൊച്ചു കുട്ടികളുടെ പാൻറ്റ്സ് ഉണ്ട്, അതും 10 റിങ്കറ്റാണ്. ഓഫർ പ്രൈസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഷർട്ടിന് 5 റിങ്കറ്റേ ഉള്ളൂ. പിന്നെ കുറച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ലേഡീസിൻ്റെ പാൻറ്റ്സ് കൊള്ളാം, നല്ല രസമുണ്ട്. 15 റിങ്കറ്റേ ഉള്ളൂ. അതുകൊണ്ട് 30 റിങ്കറ്റിന് ഈ ജീൻസ് പാൻറ്റ് കിട്ടും. രണ്ടെണ്ണം 50 റിങ്കറ്റിന് കിട്ടും. ഒരുപാട് നല്ല നല്ല സാധനങ്ങളുണ്ട്. ഇത് 20 റിങ്കറ്റേ ഉള്ളൂ. എൻ്റെ ഒറിജിനൽ എന്നൊക്കെ എഴുതിയിരിക്കണം. എന്തൊരു പാടെന്ന് അറിഞ്ഞുകൂടാ. എനിക്ക് തോന്നുന്നില്ല ഒറിജിനലാണെന്ന്. 20 റിങ്കറ്റിന് ഈ സാധനം കിട്ടും. പക്ഷേ നല്ല തൊട്ട് നോക്കുമ്പോൾ നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ട് സാധനം. 10 റിങ്കറ്റിന് ഒരുപാട് ഷർട്ട്സ് ഒക്കെ ഉണ്ട് അവിടെ. ഉണ്ട്, ഈ ഷർട്ട്സ് എല്ലാം 10 റിങ്കറ്റാണ്. പിന്നെ ഇവിടെ വേറൊരിടത്ത് 10 റിങ്കറ്റിന് ജേഴ്സി, ബനിയൻ, ടീഷർട്ട് എല്ലാം 10 റിങ്കറ്റ്. 10 റിങ്കറ്റ് ഷോപ്പാണെന്ന് തോന്നുന്നു. സെയിൽ എന്ന് എഴുതിക്കുന്നു. എല്ലാം ഈ കടയിൽ 10 റിങ്കറ്റേ ഉള്ളൂ. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഐസ്ക്രീം, കോണ് എല്ലാ ഐറ്റം ഉണ്ട്. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് എല്ലാം നല്ല പ്രൈസിന് കിട്ടും. ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കുകയാണെങ്കിൽ അതിൽ നിന്നും വില കുറച്ച് കിട്ടും. ലേഡീസിനാണ് ഒരുപാട് കളക്ഷൻ ഉള്ളത്. ജെൻസിനും കളക്ഷൻ ഉണ്ട്, പക്ഷേ ലേഡീസിൻ്റെ അത്ര ഇല്ല. സോ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയാണ്. ഇവിടെ 10 നിലയുണ്ട്. 9 നിലയിലും ഫുള്ളും ഡ്രസ്സാണ്. ഡ്രസ്സെന്ന് വെച്ചാൽ എല്ലാ നിലയും ഒരേപോലെ ഇരിക്കും. എവിടെയൊക്കെ അറിയുന്ന ഒരേ സെയിം ടൈപ്പ് ഓഫ് ഡ്രസ്സാണുള്ളത്. ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ട്. എന്നാലും ഫസ്റ്റ് ഫ്ലോർ കണ്ടത് തന്നെ സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോർ, അങ്ങനെ 10 നിലയിലും ഒരേ സെയിം പാറ്റേൺ എല്ലായിടവും ഒരേപോലെ ഇരിക്കും. നമ്മൾ ഇവിടെ നിന്നൊന്നും മേടിച്ചില്ല. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയാണ്. ഇവിടെ നേരെ ഇനി ഐക്കിയയിലോട്ടാണ് പോകുന്നത്. സോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് മൈ ടൗൺ എന്ന് പറഞ്ഞൊരു മാളിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ബർഗർ കിങ്, മെക്ഡി ഒക്കെ ഉണ്ട്. ഇവിടെ നിന്നൊക്കെ വല്ലതും കഴിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ വന്ന്. പ്ലസ് ഇതിനകത്ത് മാളിനകത്തും കൂടെ ഒന്ന് ചുറ്റി നടന്ന് കാണാൻ വേണ്ടി. പിന്നെ ഐക്കിയ ഉണ്ട് ഇവിടെ. നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് ഐക്കിയയിലും ഈ മാളൊക്കെ ഒന്ന് കറങ്ങാം. സോ അങ്ങനെ നമ്മൾ ബർഗർ കിങ് കണ്ടുപിടിച്ചു. നമ്മൾ അന്ന് ഓർഡർ ചെയ്തു സെയിം സാധനം തന്നെ വീണ്ടും ഓർഡർ ചെയ്തു. ബർഗർ, ഫ്രൈസ്, പിന്നെ ഡ്രിങ്ക്, ഐസ്ക്രീം, ഇതെല്ലാം കൂടെ നമുക്കത് 36 റിങ്കറ്റാണ്. അപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് കഴിച്ചിട്ട് വരാം. നടന്നുപോയി, നടന്ന് വയ്യ. ഇത് വീട്ടിൽ പോയിട്ട് പറയുന്നെല്ലാം കൂടെ എത്ര ബഡ്ജറ്റായി, എത്ര രൂപ ആയിരുന്നു. ഓക്കെ, സോ അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. മോർണിംഗ് എന്ന് പറയുമ്പോൾ ഡേ 6 അറ്റ് മലേഷ്യ. ഇത് നമ്മൾ ഈ റൂമിൽ നിന്ന് ചെക്കൗട്ട് ആണ്. വ്യൂ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇവിടുത്തെ സൂപ്പർ വ്യൂ ആണ്. അതാണ് പെട്രോണസ് ട്വിൻ ടവർ, അത് മറ്റേ KLCC ടവർ. സോ ഇനി നമ്മൾ അടുത്ത് പോകുന്നത് ചൈന ടൗണിലേക്കാണ്. അവിടെ ഇനി അടുത്ത സ്റ്റേ. നാളെ ഒരു ദിവസം കൂടി നമ്മളേ ഉള്ളൂ. നാളെ രാവിലെ നമ്മൾ പോവുകയാണ്. എന്നാലും നമുക്ക് എല്ലാം കൂടെ ആയത് 39 റിങ്കറ്റ് ആണ്. എന്ന് പറയുമ്പോൾ 740 രൂപ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചാൽ മാത്രമേ ചിലവായുള്ളൂ. ബാക്കി എല്ലായിടത്തും നടന്നൊക്കെയാണ് പോയത്. ഇന്ന് നമുക്ക് ഇനി അടുത്ത സ്റ്റേയിലോട്ടും ഗ്രാബ് വിളിച്ച് തന്നെ പോകണം. സോ ഇവിടുന്ന് നമ്മൾ ഇറങ്ങിയാണ്. നമുക്ക് നേരെ അടുത്ത സ്റ്റേയിലോട്ട് പോകാം. സോ അങ്ങനെ നമ്മൾ അടുത്ത ഹോട്ടലായ ഫ്ലോർ സ്റ്റാർ ഹോട്ടൽ ചൈന ടൗണിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് അകത്ത് പോയി നോക്കാം എങ്ങനെ റൂമിന്റെ സെറ്റപ്പ് ഒക്കെ എങ്ങനെയാണെന്ന്. അങ്ങനെ നമ്മൾ റൂമിൽ പോയപ്പോൾ ചെക്ക് ഇൻ 3 മണിക്കാണ്. നമ്മളെ ബാഗ് അവിടെ വെച്ചിട്ട് നമ്മൾ ഇറങ്ങി. ഇതാണ് ചൈന ടൗൺ. നല്ല ഏരിയ, നല്ല തിരക്കൊക്കെ ഉള്ള ഏരിയയാണ്. നമുക്ക് ഇവിടേക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. നമ്മൾ ചൈന ടൗണിന്റെ മെയിൻ ഏരിയയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരുപാട് കടകളുണ്ട്. എല്ലാം ചൈന കടകളാണ്. ഇന്ത്യൻ കടകളും എല്ലാം ഉണ്ടാകുന്നതാണ് നമ്മൾ നോക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി. ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ബ്രഞ്ചായിട്ട് കഴിക്കാം. മുകളിലെ കാണാൻ നല്ല രസമുണ്ട്. ലാൻഡേണൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു വാച്ച് കടയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ വാച്ച് മാത്രമല്ല, പേനയുണ്ട്, റോളക്സിൻ്റെ ഒക്കെ കോപ്പി ഉണ്ട്, ജി ഷോക്ക് എല്ലാത്തിൻ്റെയും കോപ്പി ഉണ്ട്. ഹൗ മച്ച് ഫോർ ദിസ് വൺ? 65 റിങ്കറ്റാണെന്നാണ് പറയുന്നത്. ജി ഷോക്കിൻ്റെ ഒക്കെ ഒരുപാട് ഐറ്റം ഉണ്ട്, എല്ലാത്തിൻ്റെയും കോപ്പി ഉണ്ട്. ഇങ്ങനെ നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് നടന്നു വന്നപ്പോൾ ഒരു ടെമ്പിൾ ഉണ്ട്. ഇതാണ് ടെമ്പിൾ. കാണാൻ നല്ല രസമുണ്ട്. ഒരു ചൈനക്കാര ടെമ്പിളാണ് കേട്ടോ. റെഡും ലാൻറ്റേണും മേളിൽ പച്ചയും എല്ലാം കൂടെ നല്ല രസമുണ്ട്. സൂപ്പർ. ഓക്കെ, നമ്മളിനി പോകാൻ ഉദ്ദേശിക്കുന്നത് ലിറ്റിൽ ഇന്ത്യയിലാണ്. ഇവിടെ നിന്ന് നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ ഒന്നുമില്ല. എല്ലാവരുമാതിരി ചൈനീസ് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ലിറ്റിൽ ഇന്ത്യയിൽ പോയാൽ അവിടെ എന്തെങ്കിലും റെസ്റ്റോറൻറ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു.
ഇനി അങ്ങോട്ട് പോകാനാണ് പ്ലാൻ. ഇവിടെ നിന്ന് മെട്രോ ഉണ്ടെന്നാണ് ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ കണ്ടത്. മെട്രോ കയറി KL സെൻട്രലിൽ ഇറങ്ങിയ അവിടെ നിന്ന് ലിറ്റിൽ ഇന്ത്യ അടുത്താണ്. അങ്ങനെ കുറച്ചുകൂടെ ഫ്രണ്ടിലൂടെ വന്നപ്പോൾ കോവിലുണ്ട്. കറണ്ട്ലി അടച്ചിരിക്കുകയാണ്. മണി 1:15. ഇതാണ് ക്ഷേത്രം. ആരുടെ ക്ഷേത്രമാണെന്നൊന്നും ഒരു പിടിയില്ല. അതിൻ്റെ മുന്നിൽ പൂക്കടയുണ്ട്. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടുകിട്ടി. ചൈന ടൗണിൽ തന്നെ. നമുക്ക് ലിറ്റിൽ ഇന്ത്യ പോവേണ്ടി വരില്ലെന്നാണ് തോന്നുന്നത്. നമുക്ക് ഇതിനകത്ത് കയറി നോക്കാം എങ്ങനെയൊക്കെയാണ്. ഫുഡ് ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് കഴിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ലിറ്റിൽ ഇന്ത്യയിൽ തന്നെ പോവാം. ദിസ് ഈസ് ദ റെസ്റ്റോറൻറ്റ്. ദോശയൊക്കെ ഉണ്ട്. ദോശ ഉണ്ട്, ബറോട്ടയുണ്ട്, മസാല ദോശ, സമൂസ, ഫ്രൈഡ് റൈസ് എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ തന്നെ കയറാം. ഞാനൊരു ചിക്കൻ ബിരിയാണി പറഞ്ഞ്, അമ്മയൊരു മീൽസ് വെച്ച് ചിക്കൻ പറഞ്ഞ്, ഒരു ചിക്കൻ ബിരിയാണി പറഞ്ഞു. ചിക്കൻ ബിരിയാണി വന്നിട്ടുണ്ട്. ചിക്കൻ ബിരിയാണിക്ക് തമിഴ്നാട്ടിൽ ചിക്കൻ സാപ്പാടെന്നാണ് പറയുന്നതാണ്. തമിഴ്നാട് സ്റ്റൈൽ റൈസാണ്. സലാഡ് ഉണ്ട്. ഇത് നമ്മുടെ ചിക്കൻ ഫ്രൈ നല്ല കട്ടിയുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഇതെല്ലാം കൂടെ കഴിച്ചു നോക്കാം. പപ്പടം ഉണ്ട് ഗൈസ്. ഓക്കെ, പപ്പടം കിട്ടി. പപ്പടവും സലാഡും ചിക്കനും കൂടെ എടുത്ത് കഴിച്ചു നോക്കാം. ഇത്ര നാളെ എന്ന് പറയുന്നത് കഴിച്ചിട്ട് കൊള്ളാം കേട്ടാ. നല്ല സൂപ്പർ ടേസ്റ്റ്, അടിപൊളി. തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി തന്നെ അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ്. ഇത് കുറേ നാളായി കഴിച്ചിട്ട്, അതുകൊണ്ടാണോ ഇത്രയും ടേസ്റ്റ് തോന്നുന്നത്. മമ്മിയുടെ മീൽസ് ചിക്കൻ കറി വന്നിട്ടുണ്ട്. ഇതെന്തൊരു കോവയ്ക്ക് തോരനാ, കത്തിരിക്ക് തോരൻ. ഇതെന്തോ വേറെന്തോ തോരനാണ്, പ്ലസ് ഏതോ കറിയും ഉണ്ട്. എങ്ങനെയുണ്ട് കഴിച്ചപ്പം? ഈ കുഴപ്പമില്ലെന്നാണ് പറയുന്നത്, പക്ഷേ ബിരിയാണി കൊള്ളാം, സൂപ്പർ. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് കഴിച്ചിട്ട് വരാം. സോ അങ്ങനെ ഫുഡെല്ലാം കൂടെ കഴിച്ച് 36 റിങ്കറ്റായി. 36 റിങ്കറ്റ് എന്ന് പറയുന്നത് 780 രൂപ അടുപ്പിച്ചായി. കുറച്ച് വില കൂടുതലാണ്. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ടായിരിക്കും ഇത്രയും വില ആയത്. ഇനി നമ്മൾ ലിറ്റിൽ ഇന്ത്യയിൽ ഇപ്പോൾ പോകുന്നില്ല, വൈകുന്നേരം പോകാമെന്ന് വിചാരിച്ചു. ഇപ്പം നമ്മുടെ ചൈന ടൗൺ ഫുള്ളൊന്ന് കറങ്ങിയിട്ട് റൂമിൽ കയറി 3 മണിക്ക് ചെക്കിനായി. സാധനമൊക്കെ വെച്ച് കുറച്ച് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ലിറ്റിൽ ഇന്ത്യയിൽ പോകാമെന്ന് വിചാരിച്ചു. ഈ റെസ്റ്റോറൻറ്റ് എവിടെയെന്ന് വെച്ചാൽ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. ചൈന ടൗണിനകത്ത് ഈ ഒരു ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്താണ് ദോണ്ട ഇന്ത്യൻ കുസൈൻ. അവിടെയാണ് ഈ റെസ്റ്റോറൻറ്റ്. ഓക്കെ, റേറ്റ് അത്യാവശ്യം ഉണ്ട്, പക്ഷേ നല്ല ഫുഡ് കിട്ടും. ഇന്ത്യൻ ഫുഡ് കിട്ടും. ബിരിയാണിയൊക്കെ കൊള്ളാം, അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. ബിരിയാണിയുടെ കൂടെ തന്നെ പായസമൊക്കെ തരും, അതും കൊള്ളായിരുന്നു, കുഴപ്പമില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതാണ് ഈ ക്ഷേത്രം. ക്ഷേത്രം കാണാൻ നല്ല രസമുണ്ട്. ക്ഷേത്രം ഫുള്ള് പെയിൻ്റൊക്കെ ചെയ്ത്, ക്ഷേത്രത്തിൻ്റെ സൈഡിൽ ഫുള്ള് പൂക്കടയൊക്കെയാണ്. വൈകുന്നേരമേ തുറക്കണമെന്നാണ് തോന്നുന്നത്. പിന്നെ ഇവിടെ കുറച്ച് ആർട്ടിസ്റ്റാണെന്ന് തോന്നുന്നു, പടം വരച്ചുകൊണ്ടൊക്കെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഒരുപാട് പേര് ഇവിടെ ഇരുന്ന് പടം വരയ്ക്കുന്നു. അവർ മെയിനായിട്ട് എന്താണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. ഈ ടെമ്പിളിൻ്റെ പടമാണ് അവരിരുന്ന് വരയ്ക്കുന്നത്. അതുകൊണ്ട് ഈ ടെമ്പിളില്ലേ, അതാണ് അവിടെ അവർ പടം വരച്ചുകൊണ്ടിരിക്കുന്നത്. ടെമ്പിൾ കൊള്ളാം, കാണാൻ നല്ല രസമുണ്ട്. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ട ടെമ്പിളാണ്, എന്നാലും അടിപൊളി. സോ അങ്ങനെ ഞാൻ ഈ ടെമ്പിളിൻ്റെ അകത്ത് കയറി നോക്കി. അകത്ത് വീഡിയോ എടുക്കാമോ ഇല്ലെന്നൊന്നും അറിഞ്ഞുകൂടെ. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല. പുറത്തുനിന്ന് കാണിച്ചു തരാം. സംഭവം കൊള്ളാം. ഇത് ചൈനീസ് ദൈവമൊക്കെ ഇരിപ്പുണ്ട്. അവിടെ ശാമ്പ്രാണിയൊക്കെ കിട്ടും. അതൊക്കെ വാങ്ങിച്ച് നമുക്ക് അവിടെ കത്തിച്ച് വയ്ക്കാം. പിന്നെ ഒരു മെഴുകുതിരി പോലത്തെ സാധനം കിട്ടും, അത് വാങ്ങിച്ച് കത്തിച്ച് വയ്ക്കാം. അവിടെ വേറെ എന്തൊക്കെയോ സാധനം വാങ്ങിച്ച് അവിടെ കത്തിച്ച് വയ്ക്കാൻ പറ്റും. എന്തോ പേപ്പർ പോലത്തെ സാധനം, എനിക്ക് കണ്ടിട്ടൊന്നും മനസ്സിലായില്ല. എല്ലാവരും അകത്ത് നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു. പിന്നെ ഈ കോവിലിൻ്റെ അകത്ത് കയറാൻ വേണ്ടി ചെരുപ്പൊന്നും ഊരേണ്ട ആവശ്യമില്ല. എല്ലാവരും ചെരുപ്പിട്ടുകൊണ്ടൊക്കെയാണ് കയറുന്നത്. ഗൈസ്, ഇവിടെ വന്നപ്പോൾ ഇവിടെ അനധികൃതമായി പാർക്ക് ചെയ്ത വണ്ടി ഏതാ പൊക്കിക്കൊണ്ട് പോകുന്നു പോലീസ്. അതുകൊണ്ട് ഇവിടെ പാർക്ക് ചെയ്തിരുന്ന വണ്ടി ഇതാ എടുത്തോണ്ട് പോകണം. ഇവിടെയൊക്കെ പാർക്ക് ചെയ്യാൻ അവർ പ്രത്യേകം സ്ഥലമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ മാത്രമേ പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടാ, ഇവിടെ ആരോ വണ്ടി പാർക്ക് ചെയ്തിട്ടിരുന്നു. ആ വണ്ടി തൂക്കിക്കൊണ്ട് പോകണം പോലീസ്. ഇവിടെ ഒരുപാട് പൂക്കടയുണ്ട്. ഒറിജിനൽ പൂവുണ്ട്, പ്ലാസ്റ്റിക് പൂവുണ്ട്. അവർ സെറ്റ് ചെയ്ത് തരും. നമുക്ക് എങ്ങനെയെന്ന് വെച്ചാൽ അവർ സെറ്റ് ചെയ്ത് തരും. പലതിനും പല റേറ്റാണ്. 5 റിങ്കറ്റ്, 85 റിങ്കറ്റ്, 10 റിങ്കറ്റ്. ഇതൊക്കെ ഒറിജിനൽ പൂവാണ്. പിന്നെ ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഡ്യൂപ്ലിക്കേറ്റ് മീൻസ് തുണിയിൽ നെയ്തെടുത്ത പൂവാണ്. കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ അടുത്ത മുറി ചെക്ക് ഇൻ ചെയ്തിരിക്കുകയാണ്. മുറി കാണിച്ചു തരാം. 3 ബെഡുണ്ട്, ഇത്രയേ ഉള്ളൂ. പിന്നെ ഒരു ബാത്റൂം. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ മുറിയാണ്. ബാത്റൂമൊക്കെ നമുക്കൊരു 5-ല് 3.5 കൊടുക്കാം. മലേഷ്യ വരുമ്പോൾ എല്ലാ ഹോട്ടലിലും 10 റിങ്കറ്റ് എക്സ്ട്രാ ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടി വരും. അത് എല്ലാ ഹോട്ടലിൽ പോകുമ്പോഴും ഒരു ദിവസത്തെ 10 റിങ്കറ്റ് നമ്മൾ കൊടുക്കേണ്ടി വരും. പിന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് നമ്മളോട് ചോദിച്ചത് 100 റിങ്കറ്റ് ആണ്. നമ്മൾ 100 റിങ്കറ്റ് ഇല്ലെന്ന് പറഞ്ഞപ്പോൾ 50 റിങ്കറ്റ് വാങ്ങിച്ചോളൂ. അത് നമ്മൾ ചെക്ക്ഔട്ട് ചെയ്യുമ്പോൾ തിരിച്ചു തരും. അതും ക്യാഷ് ആയിട്ടേ വാങ്ങിക്കുള്ളൂ. സോ നിങ്ങൾ ഇവിടെ വരുമ്പോൾ ക്യാഷ് കൈ കരുതിയിരിക്കണം. ഹോട്ടലിലൊക്കെ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ അവർ 10 റിങ്കറ്റ് ടാക്സ് വാങ്ങിക്കും. പിന്നെ 100-50 റിങ്കറ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് വാങ്ങിക്കും. അത് തിരിച്ചിറങ്ങുമ്പോൾ തരേം ചെയ്യും. സോ ഗൈസ്, അങ്ങനെ വൈകുന്നേരമായി. എൻ്റെ മൈക്ക് കളഞ്ഞു പോയി കേട്ടാ. കളഞ്ഞു പോയ എവിടെ നിന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് നമ്മൾ നിന്നില്ലേ ആ ഹോട്ടലിൽ വെച്ചാണ് കളഞ്ഞു പോയത്. പിന്നെ ഞാൻ അവിടെ വിളിച്ചിട്ടൊന്നും അവർ ഫോണൊന്നും എടുത്തില്ല. പിന്നെ ഇവിടെ നിന്ന് അതുവരെ പോയി ബസ്സൊക്കെ കയറി ഇറങ്ങി അങ്ങോട്ട് പോയി അവിടെ ചോദിച്ചപ്പോൾ അവിടെ മറ്റേ ഹൗസ് കീപ്പിംഗ് കാർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് സാധനം കിട്ടി. ഒരു 3 മണിക്കൂർ അങ്ങനെ പോയി. ഇവിടെ നിന്ന് ബസ് കയറി ആ ഹോട്ടലിൽ അവിടെ പോയി അവിടെ നിന്ന് തിരിച്ചു വന്ന് അങ്ങനെ ഫൈനലി മൈക്ക് കിട്ടി. അതുകൊണ്ട് കൊള്ളാം. ഇനി അടുത്ത് നമ്മൾ വൈകുന്നേരത്തെ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. മണി 5:50. ഫുഡ് കഴിച്ചിട്ടാണ് നമുക്ക് ലിറ്റിൽ ഇന്ത്യയിലോട്ട് പോകാൻ. നമ്മൾ നേരത്തെ കഴിച്ച റെസ്റ്റോറൻറ്റിൽ തന്നെ പോയി ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അവിടെ അത്യാവശ്യം കൊള്ളാം. പിന്നെ ബറോട്ടയ്ക്കൊക്കെ 1 രൂപ ഉണ്ടായിരുന്നുള്ളൂ. 1 രൂപയല്ല, 1 റിങ്കറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് നേരെ അവിടെ പോയി ഫുഡ് കഴിച്ചു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. 5 ബറോട്ട, 1 ദോശ, എല്ലാം കൂടെ 10.40 റിങ്കറ്റായി. എന്ന് പറയുമ്പോൾ ഏകദേശം അറൗണ്ട് ഒരു 200 രൂപ. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ലിറ്റിൽ ഇന്ത്യയിലോട്ടാണ്.
നിന്ന് മെട്രോ ബസ്സോ ഉണ്ട്, അത് നോക്കണം, നോക്കിയിട്ടാണ് പോകാൻ. സോ ഗൈസ്, പിന്നെ മെട്രോയിലാണെങ്കിൽ കാർഡ് എടുക്കില്ല, ക്യാഷ് മാത്രമേ എടുക്കുള്ളൂ. നമ്മളിലാണെങ്കിൽ ക്യാഷ് ഒന്നുമില്ല, ഉള്ള ക്യാഷ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഹോട്ടലിൽ കൊടുത്തു. അടുത്തതിന് ബസ് വല്ലതും ഉണ്ടാകും നോക്കാം. സോ അവിടെ നമ്മൾ ബസ് കയറി പവിലിയന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇന്നലെ വന്നതാണ്. ആ വീഡിയോ പോയി നോക്കിയാൽ നിങ്ങൾക്ക് അതിനകം ഫുള്ള് കാണാൻ പറ്റും. അതിന്റെ ഫ്രണ്ടിൽ ഒരു ഫെറാറി എടുക്കണം, നമുക്ക് ഫെറാറി പോയി നോക്കിയിട്ട് വരാം. ഗൈസ്, ഫെറാറി കാണിച്ചു തരാം. ഫെറാറി പൊളി, ഒരു രക്ഷയില്ല. മഴയൊക്കെ നനഞ്ഞു കിടക്കണ ഭയങ്കര രസം. ഫെറാറി ഗൈസ്, ഫെറാറി. ഇവേ അടുത്ത് നമുക്ക് നമ്മുടെ ലിറ്റിൽ ഇന്ത്യയെ പോകാൻ ബസ് കിട്ടുമോ നോക്കാം. അവിടെ എങ്ങനെ എത്തിപ്പെടാന്ന് അറിഞ്ഞൂടാ, നോക്കാം നമുക്ക്. അങ്ങനെ നമുക്ക് ലിറ്റിൽ ഇന്ത്യയെ പോകാൻ പറ്റിയില്ല. ലിറ്റിൽ ഇന്ത്യയെ പോകണമെങ്കിൽ നമ്മുടെ മെട്രോ കയറണം. മെട്രോ കയറണമെങ്കിൽ ക്യാഷ് വേണം. നമ്മളെ ക്യാഷ് ഇല്ല, കാർഡേ ഉള്ളൂ. കാർഡ് വെച്ച് മെട്രോ കയറാൻ പറ്റില്ല. നമ്മളിതാ അങ്ങനെ ബസ് കയറി KLCC അവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. KLCC എന്ന് പറയുമ്പോൾ നമ്മളെ ട്വിൻ ടവറിന്റെ അകത്തുള്ള മാള്. ഇതാണ് മാള്, ഇതാണ് നമ്മളെ ട്വിൻ ടവർ. ഒരെണ്ണം ഇതായിരിക്കണം, ഒരെണ്ണം അതിന്റെ അപ്പർ സൈഡാണ്. നമുക്ക് മാളിൽ കയറാം. നമ്മൾ ഓൾറെഡി മാളിൽ കയറിയതാണ്. ലിറ്റിൽ ഇന്ത്യയെ പോകാൻ പറ്റാത്തതുകൊണ്ടാണ് പിന്നെ ഇങ്ങോട്ട് വന്നത്. സോ ഗായ്സ്, അങ്ങനെ ഇങ്ങോട്ട് വന്നപ്പോൾ ഫെറാറിയുടെ ഷോറൂം കണ്ട്. ഫ്രണ്ടിൽ ഇതാ വണ്ടി കിടക്കുന്ന നോക്ക്, ഫെറാറി യെല്ലോ കളറാണ്, സൂപ്പർ. അതാണ്ട് അടുത്ത വണ്ടി കിടക്കണം, ഫെറാറി. ഓ, എന്ത് രസമെന്ന് കാണാൻ, അടിപൊളി. ഇതാണ് ഈ മാളിൻ്റെ എൻട്രൻസ്. വന്ന് കയറുമ്പോൾ തന്നെ ഒരുപാട് പ്രീമിയം ബ്രാൻഡിൻ്റെ ഔട്ട്ലെറ്റ് ഒക്കെ കാണാൻ പറ്റും. കണ്ട പെറ്റക് ഫിലിപ്പിൻ്റെത്, ഇവിടെ ക്രിസ്മസിൻ്റെ ഇതായതുകൊണ്ട് ക്രിസ്മസ് ട്രീസ് ഒക്കെ ഉണ്ട്. ഒരുപാട് പ്രീമിയം ബ്രാൻഡ്സ് ഒക്കെ ഉണ്ട്. എനിക്ക് കുറേ ബ്രാൻഡൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഹ്യൂഗോ ബോൾട്ടിൻ്റെ വാച്ചൊക്കെ ഇവിടെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഐസ് വാച്ചൊക്കെ ഇരിപ്പുണ്ട്. ജ്വല്ലറീസ് ഉണ്ട്, അക്സസറീസ് ഉണ്ട്, ഇല്ലാത്തൊന്നുമില്ല. ബാഗ്സ്, ബ്യൂട്ടി ഐറ്റംസും എല്ലാ ഐറ്റവും ഉണ്ട്. ഗൈസ്, പ്രീമിയം പെയ്ഡ് ടോയ്ലറ്റ്. ഇതിനകത്ത് കയറാൻ 2 റിങ്കറ്റാണ്. ഇതാ കണ്ട, ആ ടോയ്ലറ്റിൻ്റെ എൻട്രി തന്നെ 40 രൂപ. അത്ര പ്രീമിയം ആയിരിക്കും കേട്ടോ. കണ്ടോ, ഇവിടെയും കുറേ ഒരുപാട് ഔട്ട്ലെറ്റ്സ് ഉണ്ട്, ഒരുപാട്. ഇതാ ഗുച്ചിയുടെ ബാഗ്സ് ഒക്കെ ഇരിക്കുന്നതാണ്. ബാഗ്സ്, ഇതാണ്ട ഷൂസ് എല്ലാം ഉണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ എവിടെ ഒരു F1 കാറുണ്ട്. ആ കാർ എവിടെ നിന്നാണ് ഞാൻ നോക്കുന്നത്. ഏത് എൻട്രൻസിൻ്റെ അവിടെയാണെന്ന് അറിഞ്ഞിട്ടില്ല. ഏതോ ഒരു എൻട്രൻസിൻ്റെ അവിടെ F1 കാർ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. മെഴ്സിഡസിൻ്റെ F1 കാറാണ്, നമുക്ക് നോക്കാം. അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചിരിക്കുകയാണ് മെഴ്സിഡസിൻ്റെ F1 കാർ. ഇതാ ഇവിടെ ചടിച്ചിരിക്കുന്നുണ്ടോ മുകളിൽ. ദിസ് ഈസ് ദ വൺ. AMG എന്നൊക്കെ എഴുതി കാണാം. പെട്രോണാസ്. റിയൽ കാറാണ്. നല്ല വലിപ്പമുണ്ട് കേട്ടോ. നമ്മൾ വീഡിയോ കാണുന്ന പോലെയല്ല, നല്ല വലിപ്പമുണ്ട് സംഭവം. ഈ ട്വിൻ ടവറിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ അവിടെയാണ് ഈ കാറുള്ളത്. അവിടെ ഫ്രണ്ടിലൊരു വാട്ടർ ഫൗണ്ടനൊക്കെ ഉണ്ട്. ഇത് ഫ്രണ്ടിലുള്ളതാണ്. ബാക്കിലുള്ള വാട്ടർ ഫൗണ്ടനാണ് കിടിലം. ഓരോ അരമണിക്കൂർ ഇടവിട്ടും അവിടെ കിടിലം ലൈറ്റ് ഷോ ഒക്കെ ഉണ്ട്. സൺഡേ ആണ്ട് ലൈറ്റും പാട്ടും പുകയും കൂടെ ഉണ്ട്. നമ്മൾ ഫ്രൈഡേ വന്നപ്പോൾ ഇത്ര ഇതില്ലായിരുന്നു. സൺഡേ വന്നപ്പോൾ അടിപൊളി. നിങ്ങൾ മലേഷ്യ വരുമ്പോൾ ഈ ട്വിൻ ടവർ വിസിറ്റ് ചെയ്യണമെങ്കിൽ സൺഡേ വിസിറ്റ് ചെയ്യണം. അപ്പോഴാണ് കുറച്ചുകൂടെ വൈബ്. ആ ലൈറ്റൊക്കെ ഇട്ട്, ലൈറ്റ്സറൊക്കെ ഇട്ട്, പുകയൊക്കെ ഇട്ട് അടിപൊളി. പിന്നെ ഇവിടെ ഒരു പിയാനോ ഉണ്ട്. പിയാനോയിൽ ഇതാ കൊച്ചു പിള്ളേർ ഇതാ പിയാനോ വായിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. F1 കാർ, മെഴ്സിഡസ് F1 കാർ. ഗൈസ്, ഫ്രണ്ട് വരുമ്പോൾ തന്നെ ലുലുവിൻ്റെ മണി എക്സ്ചേഞ്ച് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ലുലുവിൻ്റെ മണി എക്സ്ചേഞ്ചിൽ നിന്നാണ് നമ്മൾ കറൻസി മാറ്റിയത്. നമ്മളെ മണക്കാടുള്ള ലുലുവിൻ്റെ മണി എക്സ്ചേഞ്ചിൽ നിന്നാണ് നമ്മൾ പൈസ മാറ്റിയത്. പെട്രോണാസ് വരുമ്പോൾ വാഷ്റൂമിൽ വല്ലതും പോകണമെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ പോകണം. ഫസ്റ്റ് ഫ്ലോറിലുള്ളത് പെയ്ഡ് ആണ്, ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത് ഫ്രീ ആണ്. ഇവിടെ നല്ല വൃത്തിയും നല്ല സൂപ്പറാണ്. പക്ഷേ മേളിലത്തെ പ്രീമിയം എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. 2 റിങ്കറ്റ് കൊടുക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ 40 രൂപ. ഇവിടെ താഴെ ഫ്രീ ആണ്. ഓക്കെ, എനിവേ ഇതാ ഫസ്റ്റ് ഫ്ലോറിൽ ഇതാ ക്രിസ്മസിൻ്റെ ഡെക്കറേഷനൊക്കെ ഉണ്ട്. ഇതാ കണ്ട, ഇവിടെ ഒരു ഫൗണ്ടൻ ഉണ്ട്. ഇവിടെ വേറെ എന്തോ ഷോപ്പൊക്കെ ഉണ്ട്, അടിപൊളി. ഇവിടെ ക്രിസ്മസ് ഷോപ്പിൻ്റെ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള സെറ്റപ്പ് ആണെന്നാണ് തോന്നുന്നത്. ഫോട്ടോ ബൂത്ത് ഉണ്ട്. ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോ അടിച്ചു തരും. നല്ല ക്യൂ ഉണ്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ 3rd ഫ്ലോറിൽ വന്നപ്പോൾ ഇതാ ബാറ്റൊക്കെ കണ്ട്. പ്രൈസൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഇതാ ഈ ഷൂസിന് 99 റിങ്കറ്റ്. വിലയൊന്നും വലിയ കുറവൊന്നുമില്ല. പക്ഷെ അവിടെ ഇല്ലാത്ത കുറേ ഐറ്റമൊക്കെ ഉണ്ട്. ചെരുപ്പുള്ള എനിക്ക് ഇഷ്ടപ്പെട്ടു. 69 റിങ്കറ്റ്. ഓ, നല്ല വിലയാണല്ലോ. ബാറ്റയിൽ മിക്ക ഷൂസിനും 2 എടുക്കുമ്പോൾ 99 റിങ്കറ്റ്. ഇവിടെ ക്രിസ്മസ് ഓഫർ ആയിരിക്കും. കുഴപ്പമില്ലാത്ത കളക്ഷനൊക്കെ ഉണ്ട്. ഒരുപാട് ഷൂസൊക്കെ ഉണ്ട്. റേറ്റ് കുറച്ച് കൂടുതലാണ്. ഇതിനൊക്കെ 99 റിങ്കറ്റ്. നമ്മൾ അവിടെ ഇല്ലാത്ത കുറച്ചധികം കളക്ഷൻസൊക്കെ ഇവിടെ ഉണ്ട്. സോ അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയാണ്. നിങ്ങൾക്ക് ഇവിടുത്തെ ബസ്സിന്റെ ടൈമിംഗ് റൂട്ടും ഒക്കെ അറിയാൻ വേണ്ടി GoKL എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി. ആ ആപ്പിൽ നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഏതൊക്കെ ബസ് എങ്ങോട്ടൊക്കെ പോവുകയാണെന്ന്. ആദ്യം എടുക്കുമ്പോൾ കുറച്ച് പാടായിട്ട് തോന്നും. കുറച്ചൊന്ന് നോക്കുമ്പോൾ ഫെമിലിയർ ആയിട്ട് വരും. പിന്നെ നിങ്ങൾക്ക് അത് എളുപ്പം. നമ്മുടെ കാർഡും വേണം. വിസ കാർഡാ, മാസ്റ്റർ കാർഡ് ആയിരിക്കണം. പിന്നെ കോൺടാക്ട്ലെസ് പേ ഓൺ ആയിരിക്കണം. പിന്നെ ഇന്റർനാഷണൽ പേയ്മെന്റ് ഓൺ ആയിരിക്കണം. 1 റിങ്കറ്റ് ആണ്. നിങ്ങൾക്ക് എവിടെ ഓൺ ഇറങ്ങാം. ഒരു റൂട്ട് ഉണ്ട്. ഈ ബസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇവിടെ മൊത്തം 3 ബസ് റൂട്ടാണുള്ളത്. പർപ്പിൾ, ഗ്രീന്, റെഡ്. ഈ ഗ്രീൻ ആണ് ഈ KLCC റൂട്ട് ഓടുന്നത്. കിക്ബിങ് ടാങ്ങും ചൈന ടൗണും ഓടുന്നത് പർപ്പിൾ ആണ്. പിന്നെ റെഡ് വേറെ റൂട്ടാണ്. അത് നിങ്ങൾക്ക് ആപ്പിൽ നോക്കിയാൽ കറക്റ്റ് മനസ്സിലാവും. നിങ്ങൾ ഒരു ബസ് സ്റ്റോപ്പ് എവിടെയാണെന്ന് കാണിച്ചു തരും. ആ
ആ ബസ് സ്റ്റോപ്പിൽ ചെന്ന് നിന്നിട്ട് നിങ്ങൾ ആപ്പിൽ നോക്കുമ്പോൾ അടുത്ത ബസ് എപ്പോൾ വരും, ഇത്ര ആളുണ്ട് എന്ന് വരെ എല്ലാം നിങ്ങൾക്ക് ആ ആപ്പിൽ നോക്കി അറിയാൻ പറ്റും. ഇവിടെ ഒരു ബസ് കിടപ്പുണ്ട്. ബസ്സിൻ്റെ ഡ്രൈവർ എവിടെ പോയി, ഡ്രൈവർ വന്നാലും നമുക്ക് ഇനി ഈ ബസ്സിനകത്തോട്ട് കയറാൻ പറ്റുള്ളൂ. സോ ഇനി നമുക്ക് പോകാനുള്ള ചൈന ടൗൺ ആണ്. ഈ ബസ് കയറണം. ഗ്രീൻ ലൈൻ ബസ് കയറിയിട്ട് നമുക്ക് ബുക്കറ്റ് ബിൻഡാങ്ങോ പവലിയനോ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പർപ്പിൾ ലൈൻ ബസ് കയറിയാണ് നമുക്ക് ചൈന ടൗണിൽ പോകാം. ഈ ബസ് ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് പോകും. ഗൈസ് അങ്ങനെ കറങ്ങി തിരിഞ്ഞ് നമ്മൾ ചൈന ടൗണിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ബസ്സൊക്കെ മാറിപ്പോയി. സംഭവം ബസ്സുകാരൻ സ്റ്റോപ്പിൽ നിർത്തിയില്ല, വേറെ സ്റ്റോപ്പിലേക്ക് കൊണ്ട് നിർത്തി നമ്മളായിട്ട് ചുറ്റിച്ച് കളഞ്ഞു. പിന്നെ നമ്മൾ എങ്ങനെയാ ഫൈനലി ചൈന ടൗണിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ ഹോട്ടലും ചൈന ടൗണിൽ തന്നെ. നമ്മളൊന്നും കഴിച്ചില്ല. ഇനി ഫുഡ് ഹണ്ടാണ്. ഇവിടെ നിന്നെങ്കിലും നല്ല ഫുഡ് ഉണ്ടാകുന്ന നോക്കിയാണ്. ചൈന ടൗൺ ആയതുകൊണ്ട് ഫുള്ള് ചൈനീസ് ഡിഷസേ ഉള്ളൂ. ഇന്ത്യൻ ഒന്നും ഇല്ല. ഇന്ത്യൻ ഹോട്ടൽ ഒരെണ്ണം ഉണ്ടായിരുന്നു ഇവിടെ, അത് പൂട്ടി. നമ്മളിനി നോക്കുകയാണ് വല്ല ഫുഡ് നല്ല കഴിക്കാൻ പറ്റണം, വല്ല ഉണ്ടാവുന്നൊക്കെ. സോ അങ്ങനെ നമ്മൾ ഈ മിക്സിയോ എന്ന് പറഞ്ഞ കടയിൽ നിന്ന് ഒരു മാച്ച ഐസ്ക്രീം വെച്ച് സോഫ്റ്റ് സെർവ് ആണ്. ഗ്രീൻ ടീയുടെ ടേസ്റ്റ്. 2.5 റിംഗറ്റ് ആണ്. ഇനി വേറെ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കാം. ഇവിടെ അടുത്ത് ഒരു കുറച്ച് കടകളൊക്കെ ഉണ്ട്, അവിടെ കടകളൊക്കെ ഉണ്ട്, പക്ഷെ എല്ലാം ചൈനീസ് ആണ്. നമുക്ക് കഴിക്കാൻ പറ്റി എന്തൊക്കെ ഉണ്ടെന്ന് നോക്കി നോക്കാം. അപ്പോൾ അങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചൈനീസ് കട ഉണ്ട്. ഇതാ ഒരു ഐറ്റം ചിക്കൻ എന്ന് പറയുന്നത് ബൊറോട്ടയ്ക്കകത്ത് ചിക്കൻ സ്റ്റഫ്ഡ് ആണെന്നാണ് പറയുന്നത്. അതിന് ഒരെണ്ണത്തിന് 5.30. അത് 2 വാങ്ങിച്ച് കഴിച്ചു നോക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അത് 2 നമുക്ക് ഓർഡർ ചെയ്യാം. സോ നമുക്ക് ആ ബൊറോട്ട പോലത്തെ സാധനം കഴിച്ചു നോക്കാം. ഇത് ബൊറോട്ട വിത്ത് ഇതിനകത്ത് ചിക്കനൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മളെ ബൺ ബൊറോട്ട പോലെയൊക്കെ ഇരിപ്പുണ്ട്. കഴിച്ചു നോക്കാം. പുറത്ത് ഭയങ്കര ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റ്. കുഴപ്പമില്ല, പക്ഷേ വില നല്ല കൂടിപ്പോയി. 2 വാങ്ങിച്ചത് തന്നെ 200 രൂപ. എന്തുകൊണ്ട് മലേഷ്യ വന്നാൽ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്നതിന് ലാഭം. കുറച്ച് പൈസ ആവുള്ളൂ, നല്ല സാധനം കിട്ടും. ഓക്കെ, ഇത് കഴിച്ചിട്ട് ഇന്ന് എല്ലാം കൂടെ എത്ര എക്സ്പെൻസ് ആയെന്ന് പറയാം. സോ അങ്ങനെ നമുക്ക് ഇന്നെല്ലാം കൂടെ ചിലവായത് 88 റിംഗറ്റ് ആണ്. 88 റിംഗറ്റ് എന്ന് പറയുമ്പോൾ ഒരു 1750 രൂപ അടുപ്പിച്ചായി. സോ ഇന്ന് നമ്മളെ ലാസ്റ്റ് ഡേ ആണ്. നാളെ നമ്മൾ പോവുകയാണ്. നാളെ രാത്രിയാണ് ഫ്ലൈറ്റ്. നാളെ രാവിലെയും ജസ്റ്റ് പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് കറങ്ങിയിട്ട് ഉച്ചയൊക്കെയാവുന്നോടെ അങ്ങോട്ട് തിരിക്കും. ഇവിടുന്ന് എയർപോർട്ട് വരെ 10-60 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ഒന്നീ ഗ്രാബ് പിടിച്ചു പോകും, അല്ലെങ്കിൽ ട്രെയിനിൽ കയറി പോകും. സോ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി അടുത്തൊരു വീഡിയോ കാണാം. ബൈ.